രേഖാചിത്രം മൂവി തിയേറ്ററിൽ എത്തി പോസിറ്റീവ് റിപ്പോർട്ട് വന്നതോടുകൂടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി തീരുകയാണ് മമ്മൂക്ക. ചിത്രത്തിൻ്റെ ആദ്യ ദിന കേരള കളക്ഷനെക്കുറിച്ചും മറ്റ് അനേകം അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇത് ആസിഫ് അലി മമ്മൂക്കയോടൊപ്പമുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ട് ഒരു അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നു. മമ്മൂട്ടി ചേട്ടന് ഒരു ആസിഫ് അലി ചിത്രം എന്നാണ് ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത്. അത് വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ്ങിലാണ് ആ ഒരു ഫോട്ടോസ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ രസകരമായിട്ടുള്ള കമന്റ്സും വന്നു ചേരുന്നുണ്ട്. ജോഫിൻ ടി ചാക്കോ ചിത്രത്തിന്റെ സംവിധായകനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂക്ക ഒരു എസ് മോളില്ലായിരുന്നെങ്കിൽ ഈ ഒരു ചിത്രം സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ഡെപ്തിൽ പ്രേക്ഷകരിലേക്ക് ഈ ഒരു സിനിമ എത്തിക്കാൻ സാധിക്കില്ലായിരുന്നു. ഇതേ അഭിപ്രായം ചിത്രത്തിന്റെ നിർമ്മാതാവായ വേണു കുന്നമ്പളിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയെ ചുറ്റിപ്പറ്റി കഥ വികസിക്കുന്ന രേഖാചിത്രം മൂവി തിയേറ്ററിൽ കയ്യടി വാരി കൂട്ടുമ്പോൾ അതോടൊപ്പം സോഷ്യൽ മീഡിയയിലും തിയേറ്ററിലും മമ്മൂക്കും കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കളക്ഷന്റെ ഒരു എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആദ്യ ദിവസം 2.5 കോടിയോളം രൂപ കേരളത്തിൽ നിന്നും നേടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. 2 കോടി ഉറപ്പിച്ച ചിത്രത്തിന് കേരളത്തിൽ നിന്നും 3 CR ടച്ച് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ആദ്യ ദിനത്തിൽ ആസിഫ് അലിക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന FD കളക്ഷനാണ് രേഖാചിത്രം തന്റെ പേരിൽ കുറിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യ ദിനം വേൾഡ് വൈഡ് നിന്നും നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഫിഗറിലേക്ക് രേഖാചിത്രം എത്തപ്പെടും. നാളെ നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളെല്ലാം വന്നാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം. ചിത്രം കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്.